അതെ, ചെറിയൊരു വിശേഷമുണ്ട് കേട്ടോ. നമ്മൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. നേരത്തെ നമ്മൾ പോയിട്ടുണ്ട്, ശ്രീലങ്കയിലൊക്കെ പോയിട്ടുണ്ട്, സുനിയേട്ടൻ മലേഷ്യയിലൊക്കെ പോയിട്ടുണ്ട്. ഇത് ഫാമിലി ആയിട്ട് ആദ്യമായിട്ട് ഒരുമിച്ച് പോവുകയാണ്. എങ്ങോട്ടാണെന്നുള്ളത് പിന്നെ പറയാം. അപ്പം ഇന്ന് ഫുള്ള് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് നമ്മുടെ എൻ്റെ ഈ ചുരിദാറും സാരി ഒന്നിട്ടുകൊണ്ട് പോകാൻ നടക്കില്ല. അതൊരു ട്രിപ്പിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഫുള്ള് തൃശ്ശൂരാണ്, പർച്ചേസിങ് ആണ്. രാവിലെ നമ്മുടെ സിത്താരക്കുള്ള കുറച്ച് കിട്ടി, ആർബിആറിനുള്ള കിട്ടി. ഇനി എനിക്ക് അപ്പൂസിനുള്ള വേണം. ഉച്ചയ്ക്ക് 2 മണിയായി, വിശന്ന് കൂറ് കുത്തി. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ ഇവിടെ ഒരു മൂസാസ് ബിരിയാണി ഹൗസ്, അപ്പോൾ അവിടെ വന്നേക്കാണ്. അപ്പോൾ ഇവിടെ നോൺ വെജ് മീൽസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. 385 രൂപയ്ക്ക് അടിപൊളി കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് അതില്ല, സാറ്റർഡേ സൺഡേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു കേത്തൽ ചിക്കൻ താരൂന് പറഞ്ഞു, അപ്പൂസിന് ഫിഷ് കറി മീൽസ് പറഞ്ഞു, എനിക്ക് ബീഫ് ബിരിയാണി പറഞ്ഞു, ആർബിആറിന് പ്രോൺ ബിരിയാണി പറഞ്ഞു. അപ്പോൾ ഇത് പുതിയതാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഞാൻ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. വെജ് ഊണും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൂസാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഒന്ന് കഴിയിട്ട് വാരി നോക്കുകയാണ് കേട്ടോ. അസുഖം ദേഷ്യമൊക്കെ വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്കെല്ലാം പറയണ്ടേ. അപ്പോൾ ഇതിൽ ഒന്നിലും മീൻകറി നമുക്ക് ഒഴിക്കാം, പിന്നെ ഒന്നിൽ സാമ്പാർ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്. നോക്കാം. ഇതാണ് ഫിഷ് കറി, കുറച്ചേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഫിഷ് തിന്നണ്ട, ചാറ് മാത്രം നിന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. എനിക്ക് ചോറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം സാമ്പാറാണ്. സാമ്പാർ, പപ്പടം. നമ്മുടെ സെയിം സാമ്പാർ തന്നെ, പരിപ്പും പാവയ്ക്കയും. ഇത് കുറുക്ക് കാണാനാണ് കേട്ടോ. കായാണ് നോർമൽ ഒരു കാണൻ. ഇത് നമ്മുടെ ഫേവറേറ്റ്, ചീര പരിപ്പ് എല്ലാം കൂടെ ഉള്ളൊരു കറി, പക്ക ഒരു നാടൻ കറി. നമ്മുടെ ചമ്മന്തി, തേങ്ങ ചമ്മന്തി വിത്ത് പുളി. ഇത് ഇവിടെ നമുക്ക് എനിക്കധികം പരിചയമില്ലാത്തൊരു ഐറ്റമാണ്. ഉള്ളി മസാല എന്ന് പറയുന്നുണ്ട്. സലാഡിൽ ചുവന്ന മുളകും എല്ലാം കൂടിയിട്ട് നല്ലൊരു ഐറ്റമാണ് കേട്ടോ, കുഴപ്പമില്ല. മീൻകറിയുടെ ചാറ് കുറച്ചെടുത്തോട്ടെ കേട്ടോ, കഷ്ണം വേണ്ട. നല്ല കുഴഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂർക്കാരുടെ അടിപൊളി മീൻകറി. ചെറിയ പീസ് എടുത്ത് നോക്കട്ടെ കേട്ടോ, ഫ്രഷ് മീനാണ് കേട്ടോ. മീൻകറിയുടെ ചാറ് പഠിച്ചു. തരുണുള്ള മാത്രമേ ഉള്ളൂ. പതുക്കെ 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 തരും. അമ്മ ഒരു പീസ് എടുക്കട്ടെ, ഒരു പീസ് തരുന്നില്ല അവള്. ഒരു പീസാടോ, ഒറ്റ പീസ്. അമ്മ ടേസ്റ്റ് നോക്കാനാണ്. മറ്റേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു പീസ് തന്നാൽ മതി. പൊടി അതൊന്നും ആ ഓക്കെ അല്ലേ. നിങ്ങൾക്ക് അതിന്റെ ഗ്രേവി എടുക്കട്ടെ, ഗ്രേവി. ഒരു രക്ഷയില്ല. പണ്ട് കേത്തൽ ചിക്കൻ എറണാകുളത്ത് സച്ചിന് ഒരു 3 വയസ്സുള്ളപ്പോൾ കഴിച്ചൊരു ഓർമ്മ. അതിന് ശേഷം ഞാൻ കഴിച്ചിട്ടില്ല. കുഞ്ഞ കോഴിയായിരിക്കും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏനുണ്ടെന്ന് പറ. ഇഷ്ടായാ? ഇവിടെ മൈൻഡ് ചെയ്യണം പോലും ഇല്ല. ഇവിടെ ഈ മസാല നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ആ പഴയ കേത്തലിൻ്റെ ഓർമ്മ എനിക്ക് മനസ്സിലില്ല, പക്ഷേ ഇത് സെറ്റാണ്. ചപ്പാത്തിയാണ് പറഞ്ഞത് കേട്ടോ. താരേക്ക് താരുൻ്റെ ലൈം ജ്യൂസ് അങ്ങനെ കമത്ത് കൂട്ടാ. അമ്മ ഒഴിച്ചു തരാം. വേണ്ട, സൈഡിൽ ഒഴിക്കട്ടെ, നോക്കട്ടെ. ഒന്നിനും സമയം ഞാൻ നോക്കട്ടെ. ചപ്പാത്തി തന്നെ നോട്ടെ. അവൾക്ക് അങ്ങ് വിശന്നിട്ട് ഭ്രാന്തായി. ചപ്പാത്തി തിന്നെ, എന്നാ ഫിഷ് കറിയുടെ കൂടെ തിന്നെ. അവള് ചപ്പാത്തി തിന്നെ. ഫിഷ് കറി ഒഴിച്ചു തരട്ടെ? എരിയുണ്ടാ? അവൾക്ക് വിശന്നിട്ടേ അവൾ എന്നെ തിന്നും. രാവിലെ ഇത്രയുള്ള പുട്ട് തിന്നിട്ട് വന്നത്, സഹിച്ചോട്ടെ. എൻ്റെ മേത്ത് തേക്കല്ലേ രാജു. പ്രോൺസിന്റെ ബിരിയാണിയാണ് നമ്മുടെ ആർബിആറിന്റെ സ്പെഷ്യല്. ജസ്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നോക്കാണ് കേട്ടോ. വലിയ പ്രോണാണ് കേട്ടോ, വലിയ ചെമ്മീനാണ് അത്യാവശ്യം. കൊള്ളാട്ടോ. സാധാരണ തിന്നുന്ന ബിരിയാണിയിൽ നിന്നൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമ്മുടെ ബീഫ് ബിരിയാണി മസാലയും പിസ്തയും റൈസും മാത്രമായിട്ടൊന്ന് കഴിച്ചിട്ടുണ്ട്. സാധാരണ കഴിക്കുന്ന ഒരു മലപ്പുറം കോഴിക്കോട് ടൈപ്പ് ബിരിയാണി അല്ല കേട്ടോ. ബീഫ് ബിരിയാണി അത്ര എന്ന് പറയാനൊന്നുമില്ല. പ്രോൺ ബിരിയാണിയാണ് ഇത് കൂടുതൽ ഇഷ്ടം. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ആവശ്യമില്ലാത്ത എസൻസോ മസാലകളോ ഒന്നുമില്ല. ബിരിയാണീനേക്കാൾ കൂടുതൽ വേറെ എന്തോ ഒരു ബീഫ് കറിയുടെ ടേസ്റ്റാണ് എനിക്ക് മുന്നിട്ട് നിൽക്കുന്നത്. ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടിയിട്ടില്ല ബീഫ് ബിരിയാണിയുടെ കേട്ടോ, സത്യം പറയാലോ. കുറ്റം പറയാൻ ഒന്നുമില്ല, പക്ഷെ നോർമലി നമ്മൾ കഴിക്കുന്ന ഒരു മലബാർ സ്റ്റൈലല്ല. ഇതിൻ്റെതായിട്ടുള്ള ഒരു രുചിയുണ്ട്, എസൻസ് ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. ചിക്കൻ ബിരിയാണി ഉണ്ട്, ഓർഡർ ചെയ്തിട്ടില്ല. പ്രോൺ ബിരിയാണി സെറ്റ്. അപ്പോൾ അതാ നമ്മുടെ കുറച്ച് വെറും റൈസ് എടുത്ത് ഞാൻ ബിരിയാണിയുടെ വിഷണ്ടൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മുടെ ഈ കേത്തൽ ചിക്കനിലാണ് എൻ്റെ കണ്ണങ്ങട് ഉടക്കിയത്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ? വല്ലാത്തൊരു സംഭവമായിരുന്നു. അതിന് പിരിയമുളകാണ്, അതുകൊണ്ട് വലിയ എരിവും ഇല്ല, പക്ഷെ നല്ല ഒരു വെറൈറ്റി കേട്ടോ. ചപ്പാത്തിക്ക് മാത്രമല്ല ഗീ റൈസിന്റെ കൂടെയും
സാധാ ചോറിൻ്റെയും കൂടെയും കേത്തൽ ചിക്കൻ്റെ ഗ്രേവി സെറ്റാണെന്ന് ഇപ്പോൾ മനസ്സിലായി. ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ലൈം ടീ ബിരിയാണിയുടെ കൂടെ ഇതല്ലാതെ വേറൊരു കോമ്പിനേഷൻ എനിക്ക് വേണ്ട. എന്താണെങ്കിലും ട്രിപ്പൊക്കെ അല്ലേ, മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാന്ന് വെച്ചു. താരൂന് എത്ര വെട്ടിയാലും പോരാ, എനിക്കാണെങ്കിൽ വെട്ടാൻ ഇഷ്ടമില്ല. എന്നാലും ഒരു തട്ടി മുട്ടി അങ്ങോട്ട് വെട്ടി ഒപ്പിച്ചു. 5 മിനിറ്റേ ഉള്ളൂ, എന്നാലും ആ വെട്ടിയിരിക്കുന്ന ഒരു സമയം നമുക്കൊരു സന്തോഷം അല്ലേ. സന്തോഷം. ഒരുപാട് ലെങ്ത് കുറയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വിട്ടാൽ മതി. അപ്പം അധികമൊന്നും വെട്ടിയിട്ടില്ല. ഇങ്ങനെ ബാക്കിലേക്ക് ചുരുട്ടിയൊക്കെ തരണമെന്ന് അവർ ചോദിച്ചു. അങ്ങനെ ചുരുട്ടി അത്രയും കൂടെ ചൂട് കൂടും, അല്ലെങ്കിൽ മുടി 4-3 ഏഴെണ്ണ ഉള്ളൂ എന്നാണ് എൻ്റെ പരാതി. കണ്ടാ, ഒത്തിരി ഒന്നും വെട്ടി കളഞ്ഞിട്ടില്ല കണ്ടാ. അപ്പം മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ് നേരെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോയി. ഞാൻ വലിയ തരക്കേടില്ല, എന്നാൽ വില കൂടാനും പറ്റില്ല എന്നൊരു മനോഭാവക്കാരിയാണ് കേട്ടോ. സ്റ്റുഡിയോയും കല്യാൺ 99 ഒക്കെ ആകുമ്പോൾ നമുക്കൊരു 100 രൂപ തൊട്ട് ഒരു 10-700 രൂപയ്ക്കുള്ളിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. ഞാനൊരു 500 രൂപ താഴെയുള്ള തരക്കേടില്ലാത്ത ഡ്രസ്സുകളൊക്കെ എടുത്തു. നേരെ ഹാർമണിയിലേക്ക്. ഇനി തിരക്കിൻ്റെ കുറച്ച് ദിവസങ്ങളാണ്. സാധനങ്ങൾ പോകാനുള്ള സാധനങ്ങളൊക്കെ അടുപ്പിക്കണം, വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് ഷെഡ്യൂൾ ചെയ്യണം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് എൻ്റെ ഉടനെ വരാം കേട്ടോ. അതുവരെ സ്റ്റേ ട്യൂൺഡ്.